ജയ് സായിറാം നമശിവായ. ഇന്ന് 7ാമത്തെ അധ്യായമാണ്. കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള അധ്യായമാണത്. സായീശ്വരൻ ഭൂമിയിൽ വന്നത് തന്നെ നമ്മുടെ എല്ലാം ദുഃഖ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമല്ല സ്വശരീരം ഭക്തന്മാർക്കായി ത്യജിക്കുന്നതിനും വേണ്ടിയായി. ഭഗവാൻ വന്നത് നമ്മളുടെയൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭഗവാന്റെ തിരുശരീരം സമൂഹത്തിന് സമർപ്പിക്കാനും വേണ്ടിയിട്ട്. നമുക്കറിയാലോ, ഷിർദിയിൽ ഇന്ന് ഭഗവാന്റെ ആ സമാധിയിലാണ് ഇന്ന് എല്ലാവരും പോയിട്ട് നമസ്കരിക്കുന്നത്. ആ സമാധി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള സമാധിയാണ്. ഭഗവാന്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ട്. അതാണ് അതിൻ്റെ പ്രധാനം. ബാബ യോഗാവതാരം തന്നെ ആയിരുന്നു. ധൗതി, ഖണ്ഡയോഗം, സമാധി ഇവയെല്ലാം സായീശ്വരന് നിശ്ചയമായിരുന്നു. ഈ ധൗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള ഒരു വസ്ത്രം, ഏതാണ്ട് ഒരു 20 അടി നീളമുള്ള വസ്ത്രം. എൻ്റെ ഒരു അറ്റം കയ്യെ പിടിച്ചിട്ട് മറ്റേ അറ്റം വിഴുങ്ങുക ഉള്ളിലേക്ക്, അതിനുശേഷം അത് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ധൗതി എന്ന് പറഞ്ഞ യോഗക്രിയ. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ എന്താ പറയുക, ആമാശയത്തിലെ ഉള്ളിലത്തെ എല്ലാം വൃത്തിയാക്കപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. അതാണ് വയറ് ശുദ്ധമാക്കുന്ന യോഗക്രിയ. അതാണ് ധൗതി. ഖണ്ഡയോഗം, ശരീരത്തിൽ നിന്നും അവയവങ്ങളെ വേർപെടുത്തി വീണ്ടും യോജിപ്പിക്കുക. ശരീരത്തിൽ നിന്നൊക്കെ അവയവങ്ങളെ വേർപെടുത്തിയിട്ട് വീണ്ടും യോജിപ്പിക്കുക എന്നുള്ള ഒരു യോഗക്രിയനെയാണ് ഖണ്ഡയോഗം എന്ന് പറയുന്നത്. ഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണം എന്നർത്ഥം. സമാധി അദ്ദേഹത്തിന് സ്വാഭാവികമായിരുന്നു. സമാധിയായിട്ടിരിക്കുക, അതായത് ധ്യാനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ യോഗാവതാരം എന്തെന്ന് എല്ലാവർക്കും വിസ്മയമായിരുന്നു. ഇത് ഒരു അത്ഭുതമാണല്ലോ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ശരീരം, അല്ലെങ്കിൽ ഒരു മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ ഒരു അവതാരം തന്നെയാണ്. യാതൊരു സംശയമില്ല. ഭഗവാന്റെ ഒരു അവതാരമായിട്ട് തന്നെ നമുക്ക്, മഹാദേവന്റെ, ശിവന്റെ അവതാരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ആരാണ് സായീശ്വരൻ? ഹിന്ദുവോ മുസ്ലിമോ? പിന്നത്തെ നമ്മൾ സമൂഹത്തിൽ ഉള്ള അവസ്ഥയാണ് പിന്നെ പറയുന്നത്. ആരാണ് സായീശ്വരൻ? ഹിന്ദു ആണോ മുസ്ലിം ആണോ? ഹിന്ദു എന്ന് കരുതിയാൽ അവിടുന്ന് കാഴ്ചയിൽ മുസ്ലിമിനെ പോലെ തോന്നും. മുസ്ലിം എന്ന് നനച്ചാൽ ഉത്തമനായ ഒരു ഹിന്ദു ഭക്തൻ എന്ന് തോന്നും. അവിടുത്തെ അങ്ങനെ ആർക്കും തരംതിരിക്കാനാവില്ല. ഭഗവാനെ നമുക്ക് മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ തരംതിരിക്കാനൊന്നും പറ്റില്ല. രണ്ടും ഒന്നായിട്ടാണ് ആ ശരീരത്തിൽ കൂടി കൊള്ളുന്നതെന്ന് അർത്ഥം. അവിടുന്ന് രണ്ടുമല്ല, എന്നാൽ അത് രണ്ടുമാണ് താൻ. എന്നാൽ രണ്ടുമല്ല, ആ ഒന്നിൽ രണ്ടും അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. രാമനവമി ആഘോഷിക്കുന്നതിൽ സായിനാഥൻ അതീവ തൽപരൻ. അതേസമയം ചന്ദനക്കുടം ഘോഷയാത്രയ്ക്കും അവിടുന്ന് പ്രോത്സാഹനം നൽകി. അതായത് നമ്മൾ ഹിന്ദുക്കളെല്ലാവരും ആഘോഷിക്കുന്ന ശ്രീരാമനവമി ഭഗവാന് വളരെ ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ മുസ്ലിമുകൾ ചന്ദനക്കുടം നേർച്ച എന്ന് പറയുന്ന ഒരു ആഘോഷം അവർക്കുണ്ട്. അതിലും ഭഗവാൻ തൽപരനായിരുന്നു എന്നർത്ഥം. രാമനവമി ഉത്സവകാലത്ത് സായീശ്വരൻ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. സമ്മാനമായി കുതിരകളും വളകളും തലപ്പാവും കൊടുത്ത് ആഹ്ലാദിച്ചു. ഭഗവാൻ ശ്രീരാമനവമി ദിവസം നമുക്കറിയാലോ, ഒരുപാട് മത്സരങ്ങൾ, ഓണത്തിനൊക്കെ നമ്മൾ മത്സരങ്ങൾ. അതുപോലെ തന്നെ ശ്രീരാമനവമി ദിവസം ഭഗവാൻ ഗുസ്തി മത്സരം സംഘടിപ്പിക്കും. എന്നിട്ട് ജയിക്കുന്നവർക്ക് സമ്മാനമായിട്ട് കുതിരകളും വളകളും തലപ്പാവും കൊടുത്ത് ആഹ്ലാദിച്ചു എന്നാണ് പറയുന്നത്. ഗോകുലാഷ്ടമിക്ക് ഗോപാലകല ആടിപ്പിക്കും. ഈദ് ദിനത്തിലാകട്ടെ മുസ്ലിമുകളെ കൊണ്ട് മസ്ജിദിൽ ഖുർആൻ ചൊല്ലിക്കും. ഒരു മുഹറത്തിന്റെ സമയം ചില മുസ്ലിം ഭക്തന്മാർക്ക് ഒരു ആഗ്രഹം, ഒരു താബൂത് മസ്ജിദിൽ നടത്തണം. ബാബ സന്തോഷം അതിന് അനുമതിയേകി. ഇങ്ങനെ സമ്മതിച്ചുകൊണ്ട് ബാബ മുസ്ലിം ആണോ? അല്ല എങ്കിൽ അവിടുന്ന് കാതുകുത്തുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഹേമന്ത് പാന്തിന് ഈ പുസ്തകത്തിൽ ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് തോന്നിക്കുന്ന കാര്യങ്ങൾക്ക്. അങ്ങനെയാണ്. താമസം എപ്പോഴും മസ്ജിദിൽ, പക്ഷെ ഹിന്ദുക്കളെ പോലെ സദാ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു. മാത്രമല്ല തിരികല്ലുകൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കുക, ഹോമം നടത്തുക, ഭജന പാടുക, അന്നദാനം ഇവയെല്ലാം ഭഗവാൻ അവിടെ അനുവദിച്ചിരുന്നു. ഇതൊന്നും ഇസ്ലാമിന് അനുകൂലമല്ല. അപ്പൊ ഇത്തരം കർമ്മങ്ങളെ കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും ഭഗവാൻ ഹിന്ദു ആണ് എന്ന് സമർത്ഥിക്കുകയാണ് ഹേമന്ത് പാന്ത്. അപ്പോൾ എങ്ങനെ ബാബ മുസ്ലിം എന്ന് വിളിക്കും? ഉത്തമ ബ്രാഹ്മണരും
അഗ്നിഹോത്രികളും തങ്ങളുടെ നിലയും വിലയും അഹന്തയും മറന്ന് അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചിരുന്നു. ഭഗവാന്റെ തൃപ്പാദത്തിൽ ഇവരൊക്കെ വന്ന് നമസ്കരിച്ചിരിക്കുന്നു എന്നർത്ഥം. ബാബയുടെ സ്വദേശം ഏത്? ഇത്തരം ചോദ്യങ്ങൾ അവിടുത്തെ കാണുന്നത് വരെ മാത്രം. ഭഗവാനെ കാണുന്നവരെ നമുക്ക് പല ചോദ്യങ്ങളും ഉണ്ടാവും. ഭഗവാൻ ആരാണ്? മുസ്ലിം ആണോ? ഭഗവാൻ എവിടുത്തുകാരനാണ്? എവിടുന്ന് വന്നു? എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ദർശനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നില്ല എന്നർത്ഥം. നമ്മൾ ഈ ഗുരുവായൂർ നടയിൽ പോയിട്ട് പലത് ആഗ്രഹിച്ചു പോയിട്ട് കണ്ണനെ കാണുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പോകുന്ന പോലെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. ബാബയുടെ സ്വദേശം ഏത്? ഇത്തരം ചോദ്യങ്ങൾ അവിടുത്തെ കാണുന്നത് വരെ മാത്രം. ദർശന ശേഷം പിന്നെ ചോദ്യങ്ങൾ ഉയരില്ല. ആരും നിശബ്ദരാകും. ബാബ ഹിന്ദുവോ മുസ്ലിമോ? ഇക്കാര്യം ആർക്കും പറയാനാവില്ല. ശരീരാഹങ്കാരമില്ലാത്ത സായീശ്വരന് എന്ത് ജാതി, എന്ത് വർണ്ണം? അവിടുന്ന് ഒന്നിനെയും ആരെയും വേർതിരിച്ചു കണ്ടില്ല. ഫക്കീർമാരോട്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഈ യാചകന്മാരോട് ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുമ്പോൾ ബാബ മത്സ്യമാംസങ്ങൾ ഭക്ഷിച്ചിരുന്നു. ഭഗവാൻ രണ്ടും ഭക്ഷിച്ചിരുന്നു എന്നർത്ഥം. ആഹാരം കഴിക്കുന്ന വേളയിൽ നായ വന്ന് തിന്നാലും സായീശ്വരൻ അതിനെ ഓടിച്ചകറ്റാറില്ല. ഭഗവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നായ വന്നു നിൽക്കുന്നു. അത് ആ ഭഗവാന്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിനൊന്നും ചെയ്യില്ല. അതും കഴിച്ചുകൊണ്ടിരിക്കും, ഭഗവാനും കഴിച്ചുകൊണ്ടിരിക്കും. ഇത്തരം വിസ്മയകരമായ ഭാവവും കൊണ്ടിരുന്ന അവിടുത്തെ കുറിച്ച് എന്ത് പറയാൻ? ഇങ്ങനെയുള്ള കലകളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭഗവാനെ കുറിച്ച് എന്ത് പറയാൻ എന്നാണ് പറയുന്നത്. സായി ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവ ജന്മപുണ്യം തന്നെ. ഭഗവാന്റെ ദർശനം കിട്ടുക, അത് അന്നുള്ള ആൾക്കാർക്കൊക്കെ ഭഗവാന്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്നുള്ളവർക്ക് പല രീതിയിലാണ് ഭഗവാൻ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും അങ്ങനത്തെ ഒരു ദർശനം 2-3 പ്രാവശ്യം നമുക്ക് കിട്ടേണ്ടായി. കാരണം ഒരു പ്രാവശ്യം നമ്മൾ വീട്ടില്, സാധാരണ ഞങ്ങളൊക്കെ വീട്ടില് കാലത്ത് അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയിട്ട് വരണ സമയത്ത് ഒരു ദിവസം വീടിന്റെ ഉമ്മറത്ത്, വീടിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ വൈറ്റ് ആൻഡ് വൈറ്റ് എടുത്തിട്ട് ഇരിക്കുക, വീടിന്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ വേഗം, നമ്മൾ സാധാരണ പൈസ കൊടുക്കൂലോ, പൈസ കൊടുത്തപ്പോൾ ആള് പറഞ്ഞു വേണ്ട, പൈസ വേണ്ട. വായോണ്ടല്ല പറയണേ, ആംഗ്യം കാണിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പൊ പിന്നെ എന്താണോ വെച്ചിട്ട് ഞാൻ വേഗം, അന്ന് അമ്മയുള്ള സമയം, അമ്മയാണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഭഗവാനെ കൊണ്ടുവന്ന് തന്നെ. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി. കാലത്ത് അന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഇലയിലാണ് കഴിക്കുക. അപ്പൊ ഞാനെന്ത് കാട്ടി, ഇഡ്ഡലി ആയിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മ. ആ ഇഡ്ഡലി എടുത്തിട്ട് ഞാൻ കൊണ്ട് ഉമ്മർത്തിരിക്കുന്ന ആൾക്ക് കൊടുത്തു. അപ്പൊ അദ്ദേഹം ആ ഇഡ്ഡലി ഒന്ന് നന്നായിട്ട് നോക്കി എന്നോട് പറഞ്ഞു അതും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ കഴിക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ഭാഷ അറിയാമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാനതെടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പുറത്തു പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയിരുന്നൊരു വസ്ത്രം കൊടുക്കാന്ന് വെച്ചിട്ട് ഞാനൊരു കായമുണ്ട് എടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം ആ കവറിൽ നിന്ന് ആ കായമുണ്ട് പുറത്തേക്ക് എടുത്ത് ഉള്ളിലേക്ക് തന്നെ വെച്ചിട്ട് തിരിച്ച് അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു. ഞാനത് ഉള്ളിൽ കൊണ്ടുവച്ച് എനിക്ക് അത്യാവശ്യം എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വൃദ്ധനായിട്ടുള്ള ആള് അവിടെ ഇരുന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കി ഇഡ്ഡലി പോലത്തെ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, കൂടെ ഒരു നായ ഇരിക്കുന്നുണ്ട്, ആ നായിക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അന്നൊന്നും അത്ര പെട്ടെന്ന് ധാരണയായില്ല. നമ്മളത് കണ്ടു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അദ്ദേഹം ഇവിടുന്ന് ഇഡ്ഡലി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഇഡ്ഡലി എന്ന് വെച്ചപ്പോൾ ആളൊന്നും വിടണമെന്നില്ല, ആളിങ്ങനെ ചിരിച്ചിട്ട് ആ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ സാധാരണ അവിടെ വീടിന്റെ ഉമ്മറത്തിട്ട് തൊട്ടി കെട്ടിയിട്ടുണ്ട്, ഈ റോട്ടിൽ പോണ പശുക്കൾക്ക് വെള്ളം കൊടുക്കാനായിട്ട്. ഇദ്ദേഹം അതിന്റെ ഉള്ളിൽ മുക്കിന്ന് വെള്ളം കുടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് പൊട്ട വെള്ളമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുത്തു. ആ വെള്ളം അദ്ദേഹം വാങ്ങിച്ചു. വേറെ ഒന്നും വാങ്ങിച്ചില്ല, പൈസ മേടിച്ചില്ല, തുണി മേടിച്ചില്ല, ഭക്ഷണം മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല. അങ്ങനെ എന്ത് കാട്ടി, ഞാൻ അങ്ങനെ പുറത്തു പോയി ഞാൻ കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് ഭഗവാനെ ഓർമ്മ വരണേ. ഇത് ഭഗവാനാണല്ലോ അവിടെ ഇരിക്കണേ ഈശ്വര. ഞാൻ അപ്പം തന്നെ വണ്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ വേഗം അമ്മയുടെ അടുത്തേക്ക് പോവാ. അമ്മയുടെ അടുത്തേക്ക് പോയപ്പോ അമ്മ പുറത്തേക്ക് വരിക. അപ്പൊ എന്തെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടി വെള്ളം കൊടുക്കാം. ഞാൻ പറഞ്ഞു അദ്ദേഹം അവിടെ ഇല്ല,
എനിക്ക് തോന്നുന്നു അത് ഭഗവാനാണോ എന്ന് എനിക്കൊരു തോന്നല്. അപ്പൊ അമ്മ പറയാ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരണേന്ന് എൻ്റെ അമ്മ പറയാണ്. പക്ഷെ ആ സമയത്ത് അവിടെ നായില്ല, ഈ യാചകനും ഇല്ല. ഞാൻ അവിടെ മുഴുവൻ നോക്കി. അവൻ്റെ തൊട്ടപ്പുറത്ത് അവര് ക്രിസ്ത്യൻസാ. അവര് ഞങ്ങളിങ്ങനെ തപ്പണം കണ്ടപ്പോ ചോദിച്ചു, എന്താ അത് വല്ലതും മോഷണം പോയോ എന്ന് ചോദിച്ചു. മോഷണം പോയല്ലോ, എവിടെ ഇരിക്കുന്ന ആളെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടുല്ലോ, ഒരു നായ ഉണ്ടായിരുന്ന ആളുടെ കൂടെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ എന്ന് ആ അമ്മയ്ക്കും വരെ ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആളെ കാണാനില്ല. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും, ചെറിയൊരു വഴി കൂടെ പോയിട്ട് അപ്പുറത്ത് വീട്. അവിടെ പോയി നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല, അവിടെ ആരും വന്നിട്ടുമില്ലേ. അന്ന് ഞങ്ങൾ പൂന്ത താമസിക്കണേ തൃശ്ശൂര്. ആ പൂന്ത മുഴുവൻ ഞാൻ എൻ്റെ വെഹിക്കിൾ എടുത്തിട്ട് കംപ്ലീറ്റ് കറങ്ങി. പക്ഷെ ഒരു സ്ഥലത്തും ഈ നായും ഇല്ല, ഈ ആളെയും കാണാനില്ല. തിരിച്ചു കാണുന്നപ്പോ ഈ ചെടുത്തേര് അവിടെ നിൽക്കുകയാണ്, ഈ ക്രിസ്ത്യൻ ഫാമിലി അമ്മ അവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര മായയിലോ, ഇത്ര നേരം ഞാനും കൂടെ കണ്ടാണല്ലോ അവിടെ ഇരിക്കണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് കേട്ടിച്ചിന് ഭഗവാന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. അയ്യോ ഇതേ ആൾ തന്നെയാണല്ലോ അവിടെ ഇരിക്കണ്ടായിരുന്നതെന്ന് അമ്മ പറയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ബോധ്യമായി ഭഗവാൻ തന്നെയാണ് ദർശനം തന്നിട്ടുള്ളത്. ആ അമ്മയ്ക്കും കൂടെ ദർശനം കൊടുത്തു. അറിയാത്ത ഒരാളെ കൂടി അദ്ദേഹത്തിന്, അവർക്ക് എന്തോ ഒരു കാര്യം. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകള് വിവാഹത്തിന് വേണ്ടിയിട്ട് കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കണു, ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ദർശനം കിട്ടിയ ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ആ കുട്ടിക്ക് വിവാഹമായി. അത് വലിയൊരു അത്ഭുതമാണ് നമുക്ക്. അപ്പൊ അമ്മ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇരുന്ന സ്ഥലം, ആ വൃദ്ധൻ ഇരുന്ന സ്ഥലത്തെ കുറച്ച് മണ്ണെടുത്തിട്ട് നമ്മൾ പൂജിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കേണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ ഒരു ദർശനം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സായ ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഭഗവാനുള്ള സമയത്തായാലും ഇല്ലാത്ത സമയത്തായാലും സായുടെ ദർശനം ഏത് സമയത്തും ആർക്കും എപ്പോഴാണ് ലഭിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പൂർവ്വജന്മ പുണ്യം മാത്രമാണെന്നാണ് പറയണേ. നമ്മളിതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ ഭഗവാന്റെ അനുഭവം ഉണ്ടെങ്കിൽ അത് വാട്സപ്പിൽ നിന്ന് അയക്കുക. അത് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ട് വാട്സപ്പിൽ അയക്കുക കേട്ടോ. എങ്ങനെ അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കും? ആർക്കും അതിന് കഴിയില്ല. മഹത്തുക്കളായ എത്ര സന്യാസിമാരും സാധകരും സായിബാബയെ ശരണം പ്രാപിച്ചു. ഉപദേശത്തെ ഒരുപാട് സന്യാസിമാരും അതുപോലെ തന്നെ സാധകരും എല്ലാവരും വന്നിട്ട് ഭഗവാനെ വന്ന് വണങ്ങി പോവാണ്. അതൊരു എന്താ പറയാ, ആ ദിവ്യ ചൈതന്യത്തെ കാണാനായിട്ടാണ് അവരെല്ലാവരും വരുന്നത് എന്നർത്ഥം. അവിടുന്ന് സദാ ജപിച്ചുകൊണ്ടേയിരിക്കും. വാദപ്രതിവാദത്തിനും തർക്കത്തിനും സായീശ്വരന് താല്പര്യമില്ലായിരുന്നു. ശാന്തനും ദാനവനുമായിരുന്ന ബാബ വേദാന്തസാരം ഭക്തന്മാർക്ക് പകർന്നേകി. ഭഗവാൻ എന്താ പറയാ, വാദപ്രതിവാദത്തിന് എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, ആ പരിപാടിക്കൊന്നും ഭഗവാൻ നിൽക്കാറില്ല. ഭഗവാൻ വളരെ ശാന്തനായിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കും. എന്താ ജപിക്കണേന്ന് ഭഗവാൻ തന്നെ അറിയുള്ളൂ. അതേപോലെ തന്നെ ഭഗവാന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ പറയുന്നത് എന്തോ അതാണ് വേദാന്തം. ആ വേദാന്ത സാരത്തെ നമ്മൾ ഉൾക്കൊള്ളുക, അത്ര തന്നെ. ആരാണ് ഈ ബാബ? ആർക്കും അതിന് ഉത്തരം പറയാൻ അവസാനം വരെ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യവേഷം ധരിച്ച ദേവനായിരുന്നു അവിടുന്ന്. എല്ലാം അറിഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ അവിടുന്ന് പെരുമാറി. ചില വേളകളിൽ നമ്മളുടെ അത്യന്തം രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുമ്പോൾ ആ സർവജ്ഞത ഓർത്ത് നാം വിസ്മയിച്ചു പോകും. ഭഗവാന്റെ അടുത്ത് ഭഗവാൻ ആരാണ് എന്താണെന്നും ആർക്കൊന്നും അറിയില്ല, അത് അവസാനം വരെയും അറിയില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഒരു വിഡ്ഢിയെ പോലെ അങ്ങനെ ഇരിക്കുന്നതാണ് പറയണത്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചില ആൾക്കാർ മുമ്പിൽ വരുന്ന സമയത്ത് അവരുടെ പൂർവ്വകാലങ്ങളെ കുറിച്ചൊരു ഭഗവാൻ അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ അവര് പണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഭഗവാൻ പറയും. അപ്പൊ തന്നെ മനസ്സിലായി ഇവർക്ക് ഭഗവാൻ സാധാരണക്കാരനല്ല. കാരണം ഇവരുടെ എവിടെയോ നടന്ന കഥ, എപ്പോഴോ നടന്ന കഥയെ കുറിച്ചാണ് ഭഗവാൻ അവരോട് ചോദിക്കുന്നതും പറയുന്നതും. അപ്പൊ തന്നെ എല്ലാവർക്കും അത് വളരെ അത്ഭുതമായിട്ട് തോന്നി. ജ്ഞാനമൂർത്തിയായിരുന്ന ബാബ ഇഹലോക ബഹുമതികളെ ഗൗനിച്ചിരുന്നില്ല. ശ്രുതിവാസികൾക്ക് അന്നു മുതലേ അവിടുന്ന് അവതാരമൂർത്തി തന്നെയായിരുന്നു. നമുക്കിപ്പോൾ സമ്മാനം കിട്ടുക അങ്ങനത്തെ ഒരു പരിപാടിക്കും ബാബയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ശ്രുതിയിലെ ദേവനായിരുന്നു. എല്ലാവരും ആരാധിക്കുന്ന ആ ശിവസ്വരൂപം അല്ലെങ്കിൽ ദത്താത്രേയ സ്വരൂപം
ബ്രഹ്മാ വിഷ്ണു മഹേശ്വര മാരാൽ അവതരിക്കപ്പെട്ട ആ ഒരു രൂപമായിട്ടാണ് സായിബാബയെ അവിടെ എല്ലാവരും ആരാധിച്ചിരുന്നത്. ആ രൂപത്തിലായിരുന്നു. അജ്ഞാനനായ ഞാൻ, വിഡ്ഢിയായ ഞാൻ, ആ ജ്ഞാനസ്വരൂപന്റെ ലീലകൾ എങ്ങനെ വർണ്ണിക്കേണ്ടു? ഇത് പറയണത് ഹേമന്ത് പാന്താണ്. ഹേമന്ത് പാന്ത് പറയാണ്, ഞാനൊരു വിഡ്ഢിയാണ്, ഒരു അറിവില്ലാത്തവനാണ്, എങ്ങനെയാണ് ആ ഭഗവാന്റെ ലീലകൾ ഞാൻ വർണ്ണിക്കുക? ഷിർദിയിലെ ക്ഷേത്രങ്ങൾ ഗണപതി, ശങ്കരപാർവതി, ഗ്രാമദേവി, മൂർത്തി, ഇങ്ങനെ കുറെ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളൊക്കെ ഭഗവാൻ നവീകരിച്ചു. എങ്ങനെ? ദക്ഷിണയായി ലഭിച്ച തുക ഭക്തജനങ്ങൾക്കായി വീതിച്ചു നൽകി. ദക്ഷിണയായി കിട്ട പൈസ കൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല ഈ പൈസ വരുന്ന ഭക്തർക്ക് ദാനമായി നൽകി. ആ പണം നല്ലതിനായി ഉപയോഗിക്കണമെന്ന ഉപദേശവും കൊടുത്തു. അതിൽ ലഭിച്ചവർ ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിച്ചു, അത് സന്തുഷ്ടരായി. ഭഗവാൻ എപ്പോഴും അങ്ങനെ നമ്മൾ പറയില്ലേ, എന്താ പറയുക, ദാനം കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് ഇത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഭഗവാനും പറയാ, ഈ പൈസ അനാവശ്യമായിട്ട് ദൂർത്തടിച്ച് കളയരുത്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പാത്രം അറിഞ്ഞ് ഭിക്ഷയിടാന്നൊക്കെ പറയില്ലേ, അതുപോലെ. വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു സായിനാഥൻ. ആ ദർശനത്താൽ തന്നെ പലരുടെയും രോഗമകന്നു. സ്പർശനത്താൽ പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി. ദുർജനങ്ങൾ സന്മാർഗത്തിലൂടെ നടക്കാൻ തുടങ്ങി. ആ തൃപ്പാദത്തിൽ വിശ്വസിച്ച് പ്രണമിച്ച അന്ധന്മാർ കാഴ്ചയുമായി തിരിച്ചുപോയി. ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. മുടന്തന്മാർ നന്നായി നടന്നു. മുടന്തന്മാര് കാലിന് വയ്യാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് നന്നായിട്ട് നടന്നു. ഈ ദിവ്യാനുഭവങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. അതോടെ ഷിർദിയിലേക്ക് ജനസഹസ്രങ്ങൾ കുത്തിയൊഴുകാനും തുടങ്ങി. ഇങ്ങനെ ഭഗവാന്റെ ലീലകള് ലോകം മുഴുവൻ അറിഞ്ഞോട് കൂടിയിട്ട് ജനങ്ങൾ അവിടെ ഇങ്ങനെ പ്രവഹിച്ചു തുടങ്ങി. ആൾക്കാർ ധാരാളം വന്നു തുടങ്ങി. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അവിടുന്ന് കുളിക്കും, ചിലപ്പോൾ കുളിക്കാതെ തന്നെ ധുനിക്കരികിലിരിക്കും. ധുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമകുണ്ടം, അതിന്റെ അടുത്തിരിക്കും. പിന്നെ ചിലപ്പോൾ ധ്യാന നിരതനായി തീരും. നനുത്ത വെള്ള തുണി കൊണ്ട് തലയിൽ ഒരു കെട്ട്, ധോത്തി, നീണ്ട കുപ്പായം, ഇതായിരുന്നു സായിനാഥന്റെ ആദ്യകാല വേഷം. ബാബ അന്നൊക്കെ രോഗികളെ പരിശോധിക്കും, മരുന്ന് കൊടുക്കും. അതോടെ അവരുടെ അസുഖം പൊടുന്നനെ മാറും. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത വൈദ്യനായി അവിടുന്ന് പേര് കേട്ടു. ഈ സംഭവം കേൾക്കും. ഒരു സംഭവത്തെക്കുറിച്ച് പറയാണ്. ഒരിക്കലും ഒരു ഭക്തന്റെ നേത്രങ്ങൾക്ക് അസുഖം ബാധിച്ചു. കൃഷ്ണമണികൾക്ക് രക്തനിറം. ഷിർദിയിൽ ഒരൊറ്റ വൈദ്യനുമില്ല. ശുദ്ധമനസ്കനായ ഗ്രാമീണർ രോഗിയെ ബാബയെ കാണിച്ചു. ബാബ ചേർക്കുരു കൊണ്ടുവന്ന് ഉടച്ച് ചതച്ച് ഉരുളയാക്കി രോഗിയുടെ മിഴികളിൽ വെച്ച് തുണി കൊണ്ട് മൂടിക്കെട്ടി. പിറ്റേ ദിവസം ബാബ കെട്ടഴിച്ചു മാറ്റി. നേത്രങ്ങളിൽ ജലം ധാരയായി പുറത്തേക്ക് ഒഴുകി. കണ്ണിൽ നിന്ന് ധാരയായിട്ട് വെള്ളം പുറത്തു വന്നു. അപ്പോൾ നീർക്കെട്ട് കുറഞ്ഞിരുന്നു. നീരുണ്ടായിരുന്നു കൊണ്ടുവരുന്ന സമയത്ത്. അതുകൊണ്ടായിരുന്നു കൃഷ്ണമണികളൊക്കെ ചുവപ്പ് കളറായിരുന്നത്. കൃഷ്ണമണികൾ സാധാരണ പോലെയായി. നേത്രരോഗത്തിന് ഇങ്ങനെ ഒരു ചികിത്സയോ ആരും കേട്ടിട്ട് പോലുമില്ല. പക്ഷെ അസുഖം ഭേദമായി എന്നത് ഒരു സത്യം മാത്രം. മഹായോഗീശ്വരനായിരുന്ന സായീശ്വരൻ ഹഠയോഗം അവിടത്തേക്ക് നന്നായി അറിയാമായിരുന്നു. യോഗങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു യോഗയാണ് ഹഠയോഗ. ഹഠയോഗം നന്നായിട്ട് അറിയാമായിരുന്നു. വിസ്മയാവഹമാണ് അവിടുത്തെ യോഗക്രിയകൾ. ചിലപ്പോൾ കുളി കഴിഞ്ഞ് തന്റെ കുടൽമാലകൾ വായിലൂടെ പുറത്തേക്കെടുക്കും, കഴുകി ഉണക്കാനിടും. അത് കണ്ട് പലരും സംഭ്രാന്തരായി. കാരണം വെച്ചാൽ ഈ ഹഠയോഗം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിട്ടുള്ളൊരു യോഗ ക്രിയയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വായയുടെ ഉള്ളിൽ നിന്ന് നേരെ ഈ കുടൽമാലയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഉണക്കാനുണ്ടെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു യോഗക്രിയയായ ഖണ്ഡയോഗം ബാബയ്ക്ക് വശമായിരുന്നു. ഇതിൽ പ്രകാരം സ്വന്തം ശരീരാവയവങ്ങൾ ശരീരത്തിൽ നിന്നും പിഴുതെടുക്കുമത്രേ. ഓരോ പീസാക്കുന്നു. നമുക്ക് ചിന്തിക്കാനും പോലും പറ്റില്ല. കാരണം അന്നത്തെ പല കാര്യങ്ങളും ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ കാലത്തായാലും ശരി, ശ്രീരാമന്റെ കാലത്തായാലും ശരി നടന്നിട്ടുള്ള പല വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്നും ചിന്തിക്കാനും പോലും പറ്റില്ല. അതാണ് അത്രയും. ഒരിക്കൽ ഒരാള് മസ്ജിദിന് ചുറ്റും സായീശ്വരന്റെ അവയവങ്ങൾ ചിതറിക്കിടക്കുന്നതായി കണ്ടു.
എന്നാലോചിച്ച് നോക്കൂ, മസ്ജിദിൽ വരുമ്പോൾ ഭഗവാന്റെ ശരീരഭാഗങ്ങൾ ഈ മസ്ജിദിന്റെ ചുറ്റോറം കിടക്കാന്ന് പറഞ്ഞാൽ ബാബ ദാരുണമായി വധിക്കപ്പെട്ടു എന്ന പരിഭ്രാന്തയോടെ അയാൾ തിരികെ ഓടിപ്പോയി. ഇങ്ങനെ കിടക്കണപ്പോ ആളെ വിചാരിച്ചു ഭഗവാനെ ആരോ പീസാക്കിയിട്ടിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കണില്ലേ ഓരോരോ കഥകള്, കഷ്ണാക്കി 16 കഷ്ണാക്കി 56 വെട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കണില്ലേ? അതൊക്കെ തന്നെ. കണ്ടത് പറയാൻ മനം വെമ്പി. പക്ഷെ അതിനെ തുടർന്ന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചതോടെ അയാൾ മൗനിയായി. ഇത് കണ്ടത് പറഞ്ഞാൽ കഞ്ഞി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹം ഇതിന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാണ്ടിരുന്നു. പിറ്റേ ദിവസം മനോധൈര്യം സംഭരിച്ച അയാൾ മസ്ജിദിൽ ചെന്നു. ഇത് തലേദിവസം കണ്ട കാഴ്ചയാണല്ലോ. ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഭഗവാനെ അവിടെ പോയി നോക്കാം എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി. അത്യത്ഭുതം, ബാബ പൂർണ്ണകായത്തോടെ ആനന്ദവാനായി തേജസ്വരൂപനായി ഇരിക്കുന്നു. ഇങ്ങനെ അവിടെ പോയി കണ്ട കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വളരെ തേജസ്വിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. താൻ ഇന്നലെ കണ്ടതോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതോ ഏതാണ് സ്വപ്നം എന്ന സംശയത്തിലായി അയാള്. നമ്മളായാലും അതേ അവസ്ഥ തന്നെയാവും. കാരണം തലേ ദിവസം കഷ്ണങ്ങളായി കിടക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം കൂടി പിറ്റേ ദിവസം പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഭഗവാൻ അവിടെ ഇരിക്കണം. ബാബ എന്ന മഹാവൈദ്യന് രോഗിയുടെ സന്തോഷത്തിൽ മാത്രമായിരുന്നു ആനന്ദം. അതിനായി കരുണാമനായ സായി എത്ര ക്ലേശങ്ങൾ സഹിച്ചിരിക്കുന്നു. ഭക്തർക്കായി സായി ഏറ്റെടുക്കുന്ന വിഷമങ്ങൾക്കൊരു ഇതൊരു ഉദാഹരണം പറയാണ്. വിഷമങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ളൊരു ഉദാഹരണം പറയാണ്. 1910 ദീപാവലി കാലം. ധ്വനിക്ക് മുമ്പിൽ ബാബ ഇരിക്കുകയാണ്. ചുറ്റും ജനങ്ങൾ ഇരിക്കുന്നുണ്ട്. ബാബ ഭക്തന്മാർക്ക് ദർശനം കൊടുത്തുകൊണ്ടും അമൃത ഭാഷണങ്ങൾ കൊണ്ടും ആനന്ദിപ്പിക്കുന്നു. ഭഗവാൻ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥം. ഇടയ്ക്കിടയ്ക്ക് ധ്വനിയിലേക്ക് വിറകുകൾ ഇട്ടുകൊണ്ടിരുന്നു. അഗ്നി കത്തിക്കയറുകയാണ്. ധ്വനി എന്ന് പറയുന്നത് ഹോമകുണ്ടം. ഹോമകുണ്ടത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിറക് ഈ ആൾക്കാരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഭഗവാൻ ഓരോ വിറക് ഇങ്ങനെ എടുത്തിടും. അപ്പോൾ ഈ ഓരോ വിറക് എടുത്തിടുമ്പോഴും അഗ്നി ആളിക്കത്തുകയാണ്. പൊടുന്നനെ അത് സംഭവിച്ചു. സായീശ്വരൻ തന്റെ തൃക്കരം ആളുന്ന അഗ്നിയിലേക്ക് നീട്ടി. ഭക്തന്മാർ അത് കണ്ട് ഞെട്ടിപ്പോയി. മാധവറാവു ദേശ്പാണ്ഡെ വേഗം ബാബയുടെ പിറകിൽ ചെന്ന് അരക്കെട്ടിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു മാറ്റി. അയ്യോ ബാബ എന്താണിത് എന്നാണ് പറയുന്നത്. ഭഗവാനെ ഇങ്ങനെ കാണിക്കണുണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയ ഈ തീയൻ്റെ ഉള്ളിൽ കൈയിടണുണ്ടപ്പോൾ ഉടനെ തന്നെ മാധവറാവു ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ഭക്തൻ അദ്ദേഹത്തെ പിന്നിലേക്ക് പിടിച്ചു മാറ്റി എന്ന് പറയണം. ആ ചോദ്യം സായീശ്വരനെ ബാഹ്യബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഭഗവാൻ ആ സമയത്തേക്ക് വേറൊരു ലോകത്തായിരുന്നു. എന്നിട്ടാണ് കയ്യേറണത്. പക്ഷെ ഇദ്ദേഹം പിടിച്ചു മാറ്റിയോട് കൂടിയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടോട് കൂടിയിട്ട് ഭഗവാൻ പെട്ടെന്ന് അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാം. ശ്യാമ, കരുണാമയിയായ സായി മാത പറഞ്ഞു. ശ്യാമ എന്ന് വിളിക്കുകയാണ് അദ്ദേഹത്തെ. നിനക്കറിയുമോ, ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉലയിലെ തീയിൽ വീണു. ഞാൻ പൊക്കിയെടുക്കാൻ വൈകിയിരുന്നെങ്കിൽ കുഞ്ഞൊരു കരിക്കട്ടയായി മാറിയായിരുന്നു. എൻ്റെ കൈ പൊള്ളിയാലും സാരമില്ല, കുഞ്ഞിനെ രക്ഷിക്കാനായല്ലോ, എനിക്ക് സന്തോഷമായി. ഭഗവാൻ വേറൊരു ലോകത്തേക്ക് പോവാണ്. ആ സമയത്ത് ഈ കരുവാന്മാരുടെ ഈ അഗ്നി കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് ഉല എന്നാ പറയാ. ആ ഉലയിൽ അവരുടെ അമ്മ അറിയാതെ ഒരു കുട്ടി വീണുപോയി. നമ്മളൊക്കെ പറയാ ആല എന്ന് പറയും. ആ ആലയിലേക്ക് ഒരു കുട്ടി വീണുപോയി. കുട്ടി വീണുപോയപ്പോൾ ഭഗവാൻ ഈ മനക്കണ്ണുകൊണ്ട് അത് മനസ്സിലാക്കി ആ കുട്ടീനെ എടുത്ത് പൊന്തിച്ചതാണ് ഈ അഗ്നിയുടെ ഉള്ളിൽ കൈയിട്ടത്. അപ്പോൾ ഇവർക്കതൊന്നും കാണില്ല. പക്ഷെ ഭഗവാൻ കണ്ടു. ഭഗവാൻ പറയാണ് അത് കുട്ടി വീണുപോയി, അതിനെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അതിൽ കരിക്കട്ടിയായിട്ട് മാറിയേനെ എന്ന് പറയാണ്. അതിന് വലിയ സന്തോഷമായി. എടുത്ത് മാറ്റാൻ സാധിച്ചുല്ലോ എന്ന് പറയണം. ബാബയ്ക്ക് കൈ സാരമായി പൊള്ളിലേറ്റിരുന്നു. നാനാ സാഹേബ് ഡോക്ടർ പരമാനന്ദനെ കൊണ്ടുവന്നു. നാനാ സാഹിബ് എന്ന് പറഞ്ഞ ഒരു ഭക്തൻ ഡോക്ടറെ കൊണ്ടുവന്നു പരമാനന്ദനെ. പക്ഷെ തുണി കെട്ടിവെച്ചിരിക്കുന്ന കൈ അഴിച്ചു കാണിക്കാൻ ബാബ തയ്യാറായില്ല. അപ്പൊ ഇത് പെട്ടെന്ന് പിള്ളേർക്ക് ആൾക്കാരെല്ലാം കൂടെ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നു കാണിക്കാനായിട്ട് ബാബ തയ്യാറായില്ല. ഓരോ കാരണം പറഞ്ഞ് ബാബ അദ്ദേഹത്തെ മടക്കി. ഓരോ ദിവസവും അദ്ദേഹം വരും, ഓരോ കാര്യം പറഞ്ഞ് ഭഗവാൻ മടക്കി വിടും. ഭഗവാനായിരുന്നു
അദ്ദേഹത്തിന്റെ വൈദ്യൻ. ഭഗവാനെയാണ് അദ്ദേഹം ബാബ വൈദ്യനായിട്ട് കണ്ടിരുന്നത്. ഇതായിരുന്നു ബാബയുടെ മറുപടി. ഭഗവാൻ തന്നെ നമുക്ക് വൈദ്യനാണ്. എന്നാൽ കുഷ്ഠരോഗിയായ ഭാഗോജി ഷിൻഡെ ഇക്കാര്യത്തിൽ മഹാഭാഗ്യവാനായി. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു മഹാഭാഗ്യായി. എന്താ കാര്യം? പുള്ളിഭാഗത്ത് നെയ് പുരട്ടാനും കൈ തടവാനും തുണി കെട്ടാനും ഒക്കെ ബാബ ഈ ഭാഗോജി ഷിൻഡയെ അനുവദിച്ചു. ഈ കുഷ്ഠരോഗിയായിട്ടുള്ള ആളെ കൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യിക്കുന്നത്. തനിക്ക് കിട്ടിയ മഹാഭാഗ്യം അദ്ദേഹം ശരിക്കും വിനിയോഗിക്കുകയും ചെയ്തു. ഭഗവാനെ പരിചരിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, അതും ഒരു കുഷ്ഠരോഗിയായിട്ടുള്ളൊരു വ്യക്തിക്ക് അദ്ദേഹം അത് ശരിക്കെ ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. എന്താണ് ഇതിലെ സാരം? നമുക്ക് മനസ്സിലാവുന്നത് ഒരു സത്യം മാത്രം. ഭാഗോജി ഷിൻഡയെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം ബാബ അതിന് സമ്മതിച്ചതാണ്. കാരണം പൂർവജന്മകർമ്മ ദുരിതത്താൽ വളരെ പീഡിതനായിരുന്നു ഭാഗോജി. കുഷ്ഠരോഗത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായാണ് അദ്ദേഹം ബാബയെ സേവിച്ചത്. ആ മഹാരോഗത്തിന് ഇതല്ലാതെ, ഈശ്വര സേവയല്ലാതെ വേറെന്ത് പരിഹാരം? ആലോചിച്ച് നോക്കൂ. ആ മേലൊക്കെ വ്രണം വന്ന് ഭയങ്കര സ്മെല്ലൊക്കെ വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഏഷ്യൻ്റെ. അദ്ദേഹം ഭഗവാനെ പരിചരിക്കുക. ഭഗവാൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടായിരുന്നു ഷിൻഡയെ പരിചരിക്കാനായിട്ട് അനുവദിച്ചിരുന്നത്. കൈ ശരിയായിട്ടും ഭാഗവതിയെ അതേ ജോലി തന്റെ സമാധി വരെ തുടരാൻ സായീശ്വരൻ അനുവദിച്ചു. രോഗമൊക്കെ ഭേദമായി. എന്നിരുന്നാലും ഷിൻഡയോട് പറഞ്ഞു, നീ ഈ കർമ്മം നീ ചെയ്തുകൊണ്ടേയിരുന്നോ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ സമാധി വരയ്ക്കും ആ ഷിൻഡെ ഈ ജോലി നെയ്യ് വരട്ടലും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. കയ്യിലൊക്കെ പുരട്ടി തടവിക്കൊണ്ടിരുന്നു. അനുപമ കൃപാനിധിയായ സായീശ്വരന്റെ മറ്റൊരു ലീല. അമരാവതിയിലെ ദാദാസാഹേബും ഭാര്യയും മകനും ഷിർദിയിലെത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മകൻ രോഗബാധിതനായി. പരിശോധനയിൽ പ്ലേഗ് ആണെന്ന് അറിഞ്ഞു. അവർ പരിഭ്രമിച്ചു. ബാബ ശാന്തനായിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, മൂടിക്കെട്ടിയ ആകാശം ഇപ്പോൾ തെളിയും, എല്ലാം ശരിയാവും. ഇങ്ങനെ അവർ വന്നിട്ട് ആകെ വിഷമിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പെട്ടെന്ന് ഈ കുട്ടിക്ക് വയ്യാതെയായപ്പോൾ അവരാകെ വിഷമിച്ചു. അപ്പോൾ പ്ലേഗാണെന്ന് അറിയുകയും ചെയ്തു. ഭഗവാൻ പറയാണ്, വിഷമിക്കണ്ട, മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇപ്പോൾ തെളിയും, എല്ലാം ശരിയാവും എന്ന് പറയാണ്. അതിനുശേഷം വസ്ത്രമുയർത്തി തിരുശരീരത്തിൽ കോഴിമുട്ടയുടെ വലുപ്പത്തിൽ പ്ലേഗിന്റെ 4 മുഴകൾ. ഭഗവാൻ പെട്ടെന്ന് വസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ 4 മുഴകൾ. പറഞ്ഞത് പ്ലേഗാണ്, പ്ലേഗിന്റെ മുഴകളാണത്. ബാബ തുടർന്നു, കണ്ടില്ലേ ഭക്തന്മാർക്കായി ഞാൻ എന്തൊക്കെ സഹിക്കുന്നു. പ്ലേഗിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തു ഈ കുട്ടിയുടെ ശരീരത്തിൽ. അതങ്ങനെ മുഴയായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കാണാണ് ആൾക്കാർ. ഋഷീശ്വരന്മാർ ദയാസിന്ധുവാണ്. അവർ ഭക്തന്മാരുടെ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. വെണ്ണയേക്കാൾ മൃദുവാണ് അവരുടെ മാനസം. വെണ്ണ താപമേറ്റാലേ ഉരുകൂ. ഋഷിയുടെ ഹൃദയം അന്യരുടെ താപം കേട്ടാൽ മതി ഉരുകാനായിട്ട്. ഋഷീശ്വരന്മാർ പൊതുവെ ദയാലുക്കളാണെന്നാണ് പറയുന്നത്, ദയാസിന്ധുക്കളാണ്. അവർ ഭക്തന്മാരുടെ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. സായീശ്വരന്റെ മറ്റൊരു ലീല. മഹാഭക്തനായ നാനാസാഹേബിന് പണ്ഡർപൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അതൊരു മഹാഭാഗ്യമായി അദ്ദേഹം കരുതി. കുടുംബവുമായി ഷിർദിയിലേക്ക് പോകാൻ നാനാ തീരുമാനിച്ചു. യാത്ര പെട്ടെന്നായിരുന്നതിനാൽ ഷിർദിയിൽ ആരെയും വിവരമറിയിക്കാനും സാധിച്ചില്ല. തന്റെ വിഠലായ സായീശ്വരനെ ദർശിച്ച ശേഷം പണ്ഡർപൂരിലേക്ക് പോകാനായിരുന്നു നാനയുടെ തീരുമാനം. എല്ലാം അറിയുന്ന സായീശ്വരൻ അതറിഞ്ഞു. കുറച്ചകലെയുള്ള നിയമാഗാവോണിൽ നാന എത്തിയപ്പോഴേക്കും ഷിർദിയിലെ മസ്ജിദിൽ രസകരമായ ഒരു അത്ഭുതമുണ്ടായി. ആ സമയം ബാബ മാലസപതി, അപ്പാഷിന്റെ, കാശിറാം എന്നീ ഭക്തന്മാരോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് സായീശ്വരൻ പറഞ്ഞു, ഹാവു, പണ്ഡരിയുടെ നട തുറന്നിരിക്കുന്നു. നമുക്ക് 4 പേർക്കും കൂടി ഒരുമിച്ച് ഭജന പാടാം. ഭഗവാൻ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കുന്ന ആളായതുകൊണ്ട് അവിടെ ഇരുന്ന ഭക്തന്മാരോട് പറഞ്ഞു, പണ്ഡരിയുടെ നട തുറന്നിരിക്കുന്നു, നമുക്ക് ഭജന പാടാം. കാലസ്വരൂപനായ സായീശ്വരൻ
നാന മസ്ജിദിനോട് അടുക്കും തോറും ഭജന ഉച്ചത്തിലും ഉത്സാഹത്തിലുമാക്കി. ഭക്തജനങ്ങൾ ഭക്തിപൂർവം അത് ഏറ്റുപാടി. നാനാ സാഹിബ് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ മസ്ജിദിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക, ശ്രുതിയിലേക്ക്. ഭഗവാൻ അപ്പോഴേക്കും വളരെ ഉച്ചത്തിലാണ് ഭജന പാടി തുടങ്ങിയത്. അപ്പോഴേക്കും നാന വന്നു നമസ്കരിച്ചു. സ്വാമി, ഞങ്ങൾ പണ്ഡരിപുരിലേക്ക് പോകുന്നു, അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണേ. നാനയുടെ അപേക്ഷ കേട്ടപ്പോൾ ഭക്തജനങ്ങൾ വിസ്മയത്തോടെ പറഞ്ഞു, നാന, ഈ ക്ഷണത്തിന്റെ ആവശ്യമേ ഇല്ല. ബാബ നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ അവിടെ പോകാമെന്ന് ഇപ്പോൾ അരുളി ചെയ്തതേ ഉള്ളൂ. ഭഗവാൻ അപ്പം തന്നെ പറഞ്ഞേ ഉള്ളൂ, എന്താണ്, എല്ലാവരും കൂടിയിട്ട് പണ്ഡരിയിലേക്ക് പോവാം എന്ന്. അപ്പോൾ നാന പണ്ഡരിയിലേക്ക് പോവാണല്ലോ, എന്നിട്ട് വന്ന് ക്ഷണിക്കുകയാണ് ബാബേനെ, ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് ക്ഷണിക്കുകയാണ്. പക്ഷെ ബാബ അതിനു മുമ്പേ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയണത്. നിറമിഴികളോടെ നാന അവതാര പുരുഷന്റെ തൃപ്പാദങ്ങളിൽ മുഖമമർത്തി വിഭു തൃക്കൈയിൽ ഊതി നൽകി. ഭഗവാന്റെ ഏറ്റവും വലിയ പ്രസാദമാണ്, സർവരോഗ സംഹാരിയാണ് ഭഗവാൻ അവിടെ ആ ഊതി ധ്വനിയിൽ നിന്നും എടുക്കുന്ന ഊതി. ഇന്നും അത് അങ്ങനെ തന്നെ ഭഗവാൻ എന്നാണോ അത് ജ്വലിപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ ആ ധ്വനി കെടാതെ അവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധ്വനിയാണ് നമുക്ക് ശ്രുതിയിൽ പോകുമ്പോൾ നമുക്കൊരു പൊതിയായിട്ട് നമുക്ക് തരുന്നത് അവർ. എന്നിട്ട് ഭഗവാൻ ഊതി നൽകിയിട്ട് നാനാ സാഹിബിനെ അനുഗ്രഹിച്ചു. സായീശ്വരന്റെ ലീലകൾക്ക് അവസാനമില്ല. സായീശ്വരന്റെ ലീലകൾക്ക് അവസാനമില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ 7-ാം അധ്യായത്തിൽ അവസാനിക്കുന്നത്. ഇനി 8-ാം അധ്യായമാണ്. 7-ാം അധ്യായം ഇവിടെ നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സായിറാം. നമഃ ശിവായ.